ഗൈസ് ഞാനിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ BYD സീലിൻ്റെ അകത്താണ്. BYD വാഹനങ്ങൾ എങ്ങനെയുണ്ട് എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, സീൽ എന്ന് പറയുന്നത് നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സീറ്റിംഗ് പൊസിഷനൊക്കെ അടിപൊളിയാണ്. ഫീച്ചേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 15.6 ഇഞ്ച് റൊട്ടേറ്റിംഗ് ഇൻഫോർടൈൻ സിസ്റ്റം ആയിക്കോട്ടെ, പാനോറാമിക് ഗ്ലാസ് റൂഫ് ആയിക്കോട്ടെ, പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റ്സൊക്കെ ഭയങ്കര സ്പോർട്ടി ബക്കറ്റ് സീറ്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് ഫീച്ചേഴ്സ് അല്ല, എനിക്കിതിൻ്റെ പവർ ഫിഗേഴ്സിലാണ് കൂടുതൽ താല്പര്യമുള്ളത്. 4.4 സെക്കൻഡ്സ് ആണ് ഈ വാഹനത്തിന് 0 to 100 എത്താനായിട്ട് ജസ്റ്റ് എടുക്കുന്ന ടൈം. ആൻഡ് വണ്ടിയിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട്, നല്ല സ്പോർട്ടി ആയിട്ട് ഇരിക്കുന്നൊരു ഫീൽ. എക്സ്റ്റീരിയറിലാണെങ്കിലും സീലും C9 കാണാൻ അത്യാവശ്യം നല്ല രസമുള്ള വാഹനങ്ങളാണ്. സീലിൻ്റെ റിയർ സീറ്റ് എക്സ്പീരിയൻസ് അത്ര നല്ലതല്ലായിരുന്നെങ്കിലും C9 ആ ഒരു കുഴപ്പമില്ല. നമുക്കിവിടെ സ്പോർട്ടി ആയിട്ടുള്ള സീറ്റ്സ്, പിന്നെ 4.5 സെക്കൻഡ്സ് ആണ് ഇതിൻ്റെ 0 to 100, അതും ഒട്ടും കുറവല്ല. പക്ഷേ ബാക്ക് സീറ്റിൽ സ്പേസ് കുറച്ച് കൂടുതലാണ്, അണ്ടത്തെ സപ്പോർട്ടും ബെറ്റർ ആണ്. മറ്റേതിനകത്ത് നമ്മൾ ശരിക്കും കുഴിക്കാത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും C9 അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ രണ്ടിലും 82.56 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. സീലിൻ്റെ എൻട്രി ലെവൽ മോഡൽ ഒരു 61.4 kWh കൂടെ ഉണ്ടെന്ന് മാത്രം. എന്തായാലും കൊടുക്കുന്ന വിലയ്ക്ക് രണ്ട് വണ്ടികളും അടിപൊളിയാണ്.